കണ്ണൂർ വാണിയപ്പാറയിലെ കല്ലറയിലെ ദുരൂഹത നീക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. വിലങ്ങാട് സ്വദേശി സിജോസ് കറിയുടെ തിരോധാനത്തെ മുൻനിർത്തിയാണ് അന്വേഷണം നടക്കുന്നത്. സിജോയുടെ ഭാര്യാ സഹോദരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഒരു കല്ലറയിൽ രണ്ട് മൃതദേഹം കാണുന്നത് എങ്ങനെയെന്നതിലെ ദുരൂഹതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ കല്ലറ തുറന്നേ മതിയാകും എന്ന നിലപാടിൽ പള്ളി അധികൃതരുമുണ്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ളയുണ്ട് കണ്ണൂരിൽ നിന്ന്. മിഥുൻ, എന്തൊക്കെയായി നടപടികൾ, ഏത് ഘട്ടത്തിലെത്തി? കല്ലറ തുറക്കുന്നുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? പ്രജിത്ത്, ഒടുവിൽ ഈ കല്ലറയിലെ ദുരൂഹതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പരിഹാരമുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു തീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് പങ്കുവയ്ക്കാനുള്ള വിവരം. ഇപ്പോൾ അല്പസമയം മുമ്പ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി കെ പ്രേമേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇവിടെ പള്ളിയിൽ യോഗം ചേർന്നിരുന്നു. അവിടെ തൊട്ടടുത്ത ഹാളിൽ യോഗം ചേർന്ന് പള്ളി അധികൃതരും പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ യോഗം ചേർന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പള്ളി ഈ കല്ലറ തുറന്ന് പരിശോധിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തിക്കൊണ്ട് നിലവിലുള്ള പ്രശ്നങ്ങളുടെ ദുരൂഹത അകറ്റുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പള്ളി അധികാരികളും പോലീസും ചേർന്ന് എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പോലീസിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് തന്നെ ഈ കല്ലറയ്ക്ക് ഇവിടെ പോലീസ് കാവൽ ഏർപ്പെടുത്തും. 2 പോലീസുകാർ ഈ സെമിത്തേരിക്ക് കാവലുണ്ടാകും. നാളെ തന്നെ RDOയ്ക്ക് ഇതുമായി ഈ കല്ലറ തുറന്ന് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകും. ആ നോട്ടീസ് അല്ലെങ്കിൽ ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയാൽ ഉടൻ തന്നെ അടുത്ത നിമിഷം തന്നെ കല്ലറ തുറന്ന് പരിശോധിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും. അത് മിക്കവാറും നാളെ തന്നെ RDOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. നാളെ വൈകിട്ട് രാവിലെ തന്നെ അനുകൂലമായ ഒരു മറുപടി RDOയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയാണെങ്കിൽ രാവിലെ തന്നെ കല്ലറ തുറന്ന് പരിശോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഉച്ചയ്ക്ക് ശേഷത്തേക്കാണെങ്കിൽ മറ്റന്നാൾ രാവിലേക്ക് ഈ കല്ലറ തുറന്ന് പരിശോധിക്കുന്ന ഒരു നടപടിയായിരിക്കും ഉണ്ടാകുക. കാരണം ഇതിനേറെ സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് മറ്റന്നാൾ രാവിലേക്കും നീണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ FIR ഇടും എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ എന്തുകൊണ്ടാണ് FIR ഇടാൻ വൈകുന്നൊരു ചോദ്യം നിലനിന്നിരുന്നു. പക്ഷേ പള്ളി അധികാരിയുടെ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ FIR ഇടാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. മുഴുവൻ കാര്യങ്ങളിലും വ്യക്തത വന്നു എന്നാണ് ഇപ്പോൾ ഫാദർ ജിൽബർട്ട് കൊന്നയിൽ, അതായത് ഈ പള്ളി വികാരി, നമ്മോട് വ്യക്തമാക്കിയത്. പോലീസ് പള്ളിയുടെ ആവശ്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചു. മൂന്നാമത് ഒരാളുടെ മൃതദേഹം കല്ലറയിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത് ദൂരീകരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഈ കല്ലറ തുറന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. അതിലെ ഭാഗങ്ങളെടുത്ത് ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തിക്കൊണ്ട് ഈ സംശയങ്ങൾ മുഴുവൻ ദൂരീകരിക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ പള്ളി അധികാരികളും പോകുന്നത്. പ്രജിത്ത്. ഓക്കെ, മിഥുനാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അതായത് ഈ കല്ലറയിൽ 2 മൃതദേഹം കാണുന്നത് എങ്ങനെയെന്നതിലെ ദുരൂഹതയാണത് നീക്കാൻ വേണ്ടിയുള്ള നടപടികളുമായിട്ടാണ് അധികൃതർ മുന്നോട്ട് പോകുന്നത്. മിഥുനാണ് കണ്ണൂരിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകിയത്.